പ്രജിൻ അല്പസമയം മുമ്പാണ് കെ രമ നമ്മോട് സംസാരിച്ച് 2 തവണ നമ്മൾ കെ രമയായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. അവർ 2 തവണയും പറഞ്ഞത് അത്തരത്തിലൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. താൻ ഇത് പറഞ്ഞുകൊണ്ട് താൻ ആഭ്യന്തരമന്ത്രി സമീപിച്ചു എന്നാണ് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത്. പക്ഷേ അതൊന്നും ശരിയല്ല, താൻ ആരെയും ഇതുവരെയും സമീപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, അത് കൂടാതെ നമ്മൾ RMP നേതാവായ വേണുവിനെ കൂടി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. വേണു ഇത് തന്നെയാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും ഒരു ഡെവലപ്മെന്റ്സും ഇല്ല. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ കെ രമ ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചുകൊണ്ട് ഇതിൽ പുനരന്വേഷണം, ഈ ഗൂഢാലോചനയിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വാർത്തയുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയല്ല, അതിനെക്കുറിച്ച് അറിയില്ല, തന്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് വീണ്ടും കെ രമയെ വിളിച്ച സമയത്ത് അവർ പറയുന്നു ഇത് ശരിയല്ല, അത് ഈ വാർത്ത ചെയ്ത ആളെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യാണ് ഉണ്ടായത്. വിനീഷ്, എന്തായാലും ഈ ഘട്ടത്തിൽ കെ രമ പറയുന്നു അത്തരമൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത്തരം വാർത്തകൾ അത് തെറ്റായ വാർത്തയാണ് എന്നുകൂടി 24-നോട് അവർ പറയുകയായിരുന്നു. നമുക്ക് അല്പസമയത്തിനകം ആ പ്രതികരണം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതിലിനി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇത് നൽകി അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത നൽകിയ ആളുമായി ഒന്ന് സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ താൻ ആ രീതിയിൽ ആഭ്യന്തരമന്ത്രിയെ സമീപിക്കുകയോ ഈ കേസിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം പറയുകയോ ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായും പറയുകയല്ലേ അല്ലേ? അവർ പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. ഇത് നമുക്ക് ഇതിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതൊരു വ്യാജ വാർത്തയാണ് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു നീക്കം എന്തായാലും കെ രമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടായെങ്കിൽ അവർ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ്. കാരണം ഇത് ചെയ്ത ആളെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല നമ്മളോട്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വാർത്ത ചെയ്ത ആൾ എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു വാസ്തവവിരുദ്ധമായ വാർത്ത ചെയ്ത ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അയാളോട് പക്ഷെ അങ്ങനെ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തു എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. പുനരന്വേഷണം, അതായത് ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഈ TP കൊല്ലപ്പെട്ട ശേഷം 2012-ലാണ് TP കൊല്ലപ്പെടുന്നത്, TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. അതിന് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരന്വേഷണം ആവശ്യപ്പെട്ടു. വിനീഷ്, ഒന്ന് തുടരുക, നമുക്ക് ആ പ്രതികരണം കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിലേക്കൊന്ന് വളരെ പെട്ടെന്ന്. പുനരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ കെ രമ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഇല്ല, വാസ്തവവിരുദ്ധാണല്ലേ? കെ രമ MLA-യുടെ പ്രതികരണമാണ്. അവർക്ക് വലിയ നിരാശയുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ. അത്തരത്തിൽ ആരാണ് ആ വാർത്ത നൽകിയത് എന്ന രീതിയിലുള്ള പ്രതികരണം നമ്മൾ കേൾക്കുന്നു. റിപ്പോർട്ടർ TVയിലാണ് ഇത്തരത്തിൽ ഈ കേസിൽ TP വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു കെ രമ എന്ന രീതിയിലൊരു വാർത്ത വന്നത്. അത് വാസ്തവവിരുദ്ധമാണ്, തെറ്റായ വാർത്തയാണ് എന്ന് കെ രമ MLA തന്നെ ഇപ്പോൾ 24-നോട് പറഞ്ഞിരിക്കുകയാണ്. ആ വാർത്ത നൽകിയ ആളെ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ സംഭാഷണം അവർ അവിടെ അവസാനിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.